നശിപ്പിച്ചു കളയണമെന്നുള്ളത് പഴയ കാലത്തെയുള്ള സ്വഭാവം. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി അഗ്നികുണ്ഡത്തിലിടാൻ തീരുമാനിക്കുന്ന വലിയ ചരിത്രമാണ്. ദിവസങ്ങളോളം അഗ്നിങ്ങനെ ഊതി ശക്തമായി തീ കത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതേ ശക്തമായ അഗ്നിയുടെ വലിയ കുന്തം തയ്യാറുള്ളൂ. അങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ കത്തിച്ചു ശക്തമായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ടതാ അഗ്നിയിലേക്ക് എറിയാൻ വേണ്ടി ചിന്തിക്കുമ്പോ അപ്പോഴാണ് നമ്രൂദിന് ചിന്ത വന്നത്, എങ്ങനെ ഇബ്രാഹിമിനെ കൊണ്ടുപോയി തീയെടുക്കാൻ കൊണ്ടുപോകുന്നവർ കരിഞ്ഞുപോകേ, വിവരക്കേട് മാത്രമല്ലേ ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്രൂദിന്റെ മാർഗദർശകനായി എന്ന് പറയുന്നത്, ഒരു പേടിയും പേടിക്കണ്ട, ഒരു നല്ല മരത്തിൽ നടത്തണം. എന്നിട്ട് വിദൂരത്തിറന്ന് നല്ല അമ്പയിലെ ആളുകളുണ്ടല്ലോ, അവരെ കൊണ്ടുവന്ന് ഇബ്രാഹിമിലേക്ക് അമ്പം കഴിയുമ്പോ അമ്പോട് കൂടെ ഇബ്രാഹിം ആ അഗ്നിയിലേക്ക് കൂടി വീഴുന്നതാണ്. അതുപോലെ ഇബ്രാഹിമിന്റെ കഥ കഴിയുമെന്ന് പറഞ്ഞു. സഹോദരന്മാരെ, ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്. നമ്മുടെ സംസ്കാരത്തിലൊക്കെ നമുക്കൊരു പ്രത്യേകതയുടെ സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുഹറം മാസത്തിന്റെ ഭാഗമായി പറയട്ടെ, നമ്മുടെ പേര് തന്നെ ഇബ്രാഹിമിയാക്കളാണ്. ഇബ്രാഹിമിയാക്കളെന്ന് പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലീദയായിട്ട് പരിചയപ്പെടുത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് റഹ്മത്ത് ചെയ്തതുപോലെ, ഇബ്രാഹിം നബിക്ക് കാരുണ്യം ചെയ്തതുപോലെ പടച്ചവനെ ഞങ്ങളെ നേതാവിന്റെ മാർഗം നീ വർദ്ധിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒന്നുകൂടി പറയുന്നു. നമ്മൾ ആളുകളൊക്കെ നിസ്കരിക്കുമ്പോ ചില ആളുകൾ നിസ്കരിക്കാത്ത ആള് വേഗം കവികർത്തിയാണ് അടുത്ത സ്റ്റോപ്പ് ഇവരായിട്ട് അതിന്റെ ഇടയിൽ ഒരു സ്റ്റോപ്പാണ്. അല്ലാഹു അക്ബർക്കുള്ളാഹി വഹ്മാനി വഹീമ ഇതിന്റെ ഇടയിൽ വേറെ വേറെ സാധനത്തിലാണ്. അവർ നേരെ സ്റ്റോപ്പ് ഒറ്റ കാണണം. എന്നാൽ മുസ്ലിമായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം ആ സംസ്കാരം പിൻപറ്റണമെന്ന് പറഞ്ഞെങ്കിൽ ഇബ്രാഹിം നബിയാണ് പറയുന്നത്, നമ്മളൊക്കെ കാലത്തിൽ ഒഴിവാക്കുന്ന സാധനമല്ലേ മറ്റു എന്ന് പറയുന്ന ആരംഭത്തിലുള്ള പ്രാർത്ഥന. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശ്വാസം പറയുന്നതാണ്. അതേ നമ്രൂദിന്റെ എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോ നമ്രൂദിനോട് ഇബ്രാഹിം നബി പറയുന്നു, ഓ എന്റെ ശരീരത്തിനുള്ളിൽ എന്റെ ജീവിതം മുഴുവൻ എന്റെ മനസ്സ് മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നു എല്ലാം അമ്പാടുമേ. അതുകൊണ്ട് നമ്മളുടെ എന്നെ നീ ഭസ്മമാക്കി കളഞ്ഞാലും എന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കണ്ട. അറിയില്ലേ സഹോദരന്മാരെ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായ സമരം നടത്തിയ നേതാവല്ലേ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുത്ത സ്വന്തം പട്ടാളക്കാരെ അവരെ ശത്രുക്കളെ മുന്നിൽ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ഒന്ന് കൊല്ലാൻ ശ്രമിക്കുമ്പോ അവസാനത്തെ ശത്രുവിനെയും കീഴടക്കിയിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ ശരീരായ മനുഷ്യരെ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു എന്ന പേര് തന്നെ വരുന്നത് വലിയ മഹാന്റെ പേരാണ്. ഞാൻ പറയുന്നത്
അല്ല എന്ന ചിന്തയുണ്ടായാൽ ഒരു പ്രയാസവും നമുക്കുണ്ടാവുകയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പദവിയില്ല. ഓ സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു മാർഗമാണ് മസ്ജിദ് ഓതൽ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഏറ്റവും മുഹക്കലായ സുന്നത്താണ് മസ്ജിദ് ഓതൽ. നിസ്കാരത്തിൽ മസ്ജിദ് ഓതൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ ഒഴിവാക്കൽ കറാഹത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണെന്ന് സർവ്വത്തിന്റെ കിതാബിലും ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുഹറം മാസത്തിന്റെ സമാനമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നിസ്കാരത്തിന് ഏത് സമയത്തും എപ്പോൾ നിസ്കരിക്കാമെങ്കിലും വജ്ജത്ത് ഓതാൻ പരമാവധി ശ്രമിക്കുക. വജ്ജത്ത് ഓതി എന്തൊരു അർത്ഥമുള്ള പ്രയോഗമാണ്. വജ്ജത്ത് ഓതി തുടങ്ങുന്ന എന്തൊരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പഠിക്കാത്ത ആളുകളൊക്കെ ആ മത്സരത്ത് പഠിച്ചിട്ട് നിസ്കാരത്തെ ഒഴിവാക്കാതെ ഏത് നിസ്കാരം നടത്തുമ്പോഴും മത്സരം തോന്നണം. അത് കരുതിയാക്കി ഒരാൾ നിസ്കരിക്കാമെന്നൊക്കെ അവിടെ ഒന്നാമത്തെ ആകാശം വിട്ടാതെ പിന്നെ ഇല്ലാമൊന്നും ഇന്ന അലീന ഇതാമെന്ന് പറയുമ്പോൾ അമ്മോട് മറ്റൊരു വശീയാന്ന് പറഞ്ഞാൽ ഓർക്ക് റക്കാറ്റ് കിട്ടൂല. പിന്നെ അവിടെ വേറെ റക്കാറ്റ് നിസ്കരിക്കണം. അതിന്റെയൊക്കെ മക്കളെ പറയുന്ന ഞായറാഴ്ച ക്ലാസ്സൊക്കെ പറയും. ഒരു കാര്യം പറയുന്നു, ഏതായിരുന്നാലും നല്ല സമയം സ്വന്തം നിസ്കരിക്കാണ്ട് ധൈര്യത്തിൽ മറ്റൊരു ഉറക്കോതിൽ ഒരു കുഴപ്പമില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോ അവിടെ നമുക്ക് റക്കാറ്റ് കിട്ടുമോ എന്ന് നോക്കണം. കിട്ടുകയാണെങ്കിൽ അവിടെ ബാക്കിയൊക്കെ സമയത്തിന് മറ്റൊരു പോകുന്നത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ വേഗം കിട്ടുന്ന ബാക്കിയും ഈ മാസത്തിലുള്ള പൂജയില്ലാതെ റക്കാറ്റുകളുടെ ഈ അവസരങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കുള്ള സമയം എന്ത് കാട്ടും? അവിടെ ചെറിയൊരു ചിത്രം കൊടുത്താൽ മതി. അൽഹംദുലില്ല. ഒറ്റയ്ക്കുള്ള തീരെ കണ്ടില്ലാത്തവർക്ക് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ വജ്രത്തിന്റെ ഫലം കിട്ടുമെന്ന് ഇമാം സർവാനി തന്റെ ഉമ്മയുടെ വ്യാഖ്യാനത്തിൽ വളരെ കൃത്യമായി പറയുന്നത്. അവർ ചുരുക്കത്തിൽ ആമുഖമായിട്ടൊരു പ്രാർത്ഥന ഉണ്ടാവണം. ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു